ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തായ്ക്കണ്ടിക്കെതിരായ അന്വേഷണം SFIO നടത്തുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അതിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുവെന്നാണ് നേരത്തെ പുറത്തു വന്ന വാർത്ത. അവസാന തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ്, അല്ലെങ്കിൽ ധനമന്ത്രാലയമാണ്. അതിൻ്റെ മന്ത്രി നിർമ്മലാ സീതാരാമനാണ്. അവസാന സമയത്തുള്ള അനുനയ നീക്കമാണോ ദില്ലിയിൽ നടന്നത്? മതി, ഇപ്പം എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ആഗ്രഹിച്ച ആളല്ല. അത് ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ആ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഓരോ സ്റ്റേജിലും റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ഗവർണറുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് വിചാരിക്കാനുള്ള മഠയത്തരം എനിക്കില്ല വിനു. അങ്ങനെയൊന്നും അല്ല നമ്മൾ കാണേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരു ഗവർണർ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കുന്നു, അത് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പൊതുധാരണ ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ MP-മാരുടെ മീറ്റിംഗ് അതിൻ്റെ സൂചന തന്നെയാണ്. അതിൽ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. പിണറായി വിജയൻ നടത്തുന്ന പല നീക്കങ്ങളും പുറത്തുനിന്ന് കാണുന്നത് പോലെ ആവില്ല. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ശ്രീ ഹരിദാസ് പറയുന്നത് പോലെ ഗവർണറും KV തോമസും ഒക്കെ ഇരിക്കുമ്പോൾ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യില്ലായിരിക്കും. പക്ഷേ എന്തെങ്കിലും കാണാതെ നടത്തുന്ന കൂടിക്കാഴ്ചകളാണോ ഇത്? അപ്പം എന്താണ് ചർച്ച ചെയ്തത്? പ്രത്യേകിച്ച് ഇന്ന് വീണ വിജയൻ SFIOയുടെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ SFIO മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഇതിനകത്താണ്. ആ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ചാർജുള്ള ധനകാര്യമന്ത്രിയെ ഈ ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാം ചേർന്ന് ഈ RSSും BJPയുമായിട്ട് പാലമിടുന്ന KV തോമസിനെയും കൂട്ടി മറ്റ് ധനമന്ത്രി ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ നടന്നൊരു ചർച്ച, ഇത് രാഷ്ട്രീയമായ ചർച്ചയാണോ ഭരണപരമായ ചർച്ചയാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട സാഹചര്യം എന്നുണ്ട്. ആ സാഹചര്യം ഇതിനകത്തൊരു ക്വിഡ് പ്രോക്കോ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച SFIOയുടെ അന്വേഷണം നേരിടുന്നത് ഈ കോർപ്പറേറ്റ് മിനിസ്ട്രിയുടെ കീഴിലാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം ഉള്ള ദുരൂഹത, കാര്യങ്ങൾ അത്ര ശുഭകരമായിട്ടൊന്നും കേരളത്തിലില്ല. പക്ഷെ പിണറായി വിജയന് ശുഭകരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ആ ചർച്ച മറ്റെന്തോ ലക്ഷ്യം വെച്ചായിരുന്നു എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇന്ന് നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തിയ ദൃശ്യങ്ങൾ തത്സമയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ ധനമന്ത്രിയാണ്. അവർ വരുന്ന വാഹനമാണ് കാണുന്നത്. 10-12 ലക്ഷം മാത്രം വിലയുള്ള മാരുതിയുടെ സിയാസ് കാറിലാണ് രാജ്യത്തിൻ്റെ ധനമന്ത്രി വരുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ദില്ലിയിൽ പോകുമ്പോൾ നമുക്കെല്ലാം അറിയാം, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരിൽ മിക്കവാറും എല്ലാവരും ഇതുപോലെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തീർച്ചയായും പ്രതിരോധ മന്ത്രിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ വാഹനങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇപ്പം എന്താ? ഇതാണ് എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും വാഹനം. കേരളത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാർ മുതൽ സർവ്വ കോർപ്പറേഷൻ്റെയും ബോർഡിൻ്റെയും അധ്യക്ഷന്മാർ മുതൽ സംസ്ഥാനത്തെ മന്ത്രിമാർ വരെ 30-35 ലക്ഷം, ഇതിൻ്റെ 3 ഇരട്ടി വിലയുള്ള ഇന്നോവ കാറുകളിൽ, ഇതിൻ്റെ 3 ഇരട്ടി പരിപാലന ചെലവുള്ള വണ്ടികളിൽ സഞ്ചരിക്കുന്നു. പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ഇനി മന്ത്രിമാർ കഴിഞ്ഞ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ വരെ ഇതുപോലെയുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. ഇത്തവണത്തെ ബജറ്റിലും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി നമ്മുടെ ധനമന്ത്രി മാറ്റിവെച്ചിട്ടുമുണ്ട്. അവർക്ക് മുന്നിലാണ്. ദില്ലിയിൽ കേരള ഹൗസിൽ തന്നെ 2 വാഹനങ്ങൾ മാറ്റിയിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മാത്രം ഉപയോഗിക്കാൻ വില കൂടിയ വാഹനങ്ങൾ. അവരില്ലാത്തപ്പോൾ മൂടിയിട്ടിരിക്കും. കേരള ഹൗസിൽ ചെല്ലുന്നവർക്ക് കാണാം. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? കഷ്ടം.
ഈ പുട്ടിൻ്റെയും കടലിൻ്റെയും കണക്ക് പറഞ്ഞ തോമസ് മാഷിന് അവിടെയും ഇവിടെയും ഒക്കെ ഇതുപോലെയുള്ള വാഹനമുണ്ട്, അതിനുള്ള ചെലവുമുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ ധനമന്ത്രി വരുന്ന വാഹനം ഇതാണെന്ന് കേരളത്തിലെ ഈ ഇന്നോവയ്ക്ക് കൊതിച്ചിരിക്കുന്ന IAS-കാർക്ക് IPS-കാർക്ക് സർവീസിൽ കയറുമ്പോൾ മുതൽ ഇത് വേണം. പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? അവർ മുഴുവൻ ആലോചിക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്താണ് നിങ്ങളെ ഈ ഇന്നോവയിൽ സഞ്ചരിപ്പിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഞാൻ പോകുന്നു. ബൈ.